നാടൻ ഭക്ഷണ രീതികൾ ഒരുമാതിരി ആൾക്കാർക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഞാൻ ആയുർവേദത്തിനായിട്ട് തന്നെ ഔഷധ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി പച്ചമരുന്നുകൾ ആളുകളൊക്കെ ഉണ്ടോ? ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടോ? ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഞ്ഞിയായിട്ട് പച്ചമരുന്നുകൾ പറിച്ച് ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കി എല്ലാ കർക്കിടക മാസത്തിലും ഒത്തിരി ആൾക്കാർ എന്നോട് വന്നു. അതിനകത്തേക്ക് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യമുണ്ട്. നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവണം, നമ്മളത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ വേണം. അതിൽ വാങ്ങാൻ മനസ്സിലായോ? ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിലുള്ള. പിന്നെ സാർ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ കോഴിയുടെ ഇതെല്ലാരും പറയുന്നുണ്ട്, ഈ 40 ദിവസം കൊണ്ടൊക്കെ ഈ കോഴി എങ്ങനെയാ സാറേ ഇത്രയും വലുതായി വരണേ? തെറ്റായ ധാരണ ഈ കുട്ടികൾ മാറ്റണം. കാരണം ഇവര് സ്ഥിരം ഉപയോഗിച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല, ഞാൻ നോൺ വെജ് ആണ്. ഇതില് അത്ര കെയറോട് കൂടി ഇതിനെ വളർത്തുന്നത് നോക്കി 40 ദിവസം. ഇനി ഇവിടെ നിൽക്കുന്ന ഒരാളിന് അതേ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ അവർ ഇതിനെക്കാളും ഹെൽത്തും ഗ്രോത്തുമായിട്ട്. അതിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാം, ഈ ആദ്യത്തെ ദിവസം അല്ല രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്ന കോഴി കുഞ്ഞുങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം 10 തരാം. നിങ്ങൾ 1 വർഷം വളർത്തുക, പൂവൻ കോഴി മിനിമം ഒരു 10 കിലോ തൂക്കം വയ്ക്കും. അതെ, പെടക്കോഴി ആണെങ്കിൽ 6 മാസം മുട്ട ഇടുകയും ചെയ്യും. അത് 5-6 കിലോ തൂക്കം വയ്ക്കും. നന്നായിട്ട് കയറി 2-3 വർഷം വളർത്താം. അതിന്റെ തൂക്കം പറയാൻ പറ്റത്തില്ല. അത് ആ ബ്രീഡിന്റെ ക്വാളിറ്റിയാണ്, അതിന്റെ ജനറ്റിക്കിന്റെ ബ്രീഡിന്റെ ക്വാളിറ്റിയാണ്. അല്ലാതെ ഇത്രയും വലുതായി വരണത് കണ്ടിട്ടുണ്ട്. നാടൻ കോഴി അല്ലത്, നാടൻ കോഴി അല്ലത്, വലുതായി വരണത് നാടൻ കോഴി അല്ലത്. അതാണ് തെറ്റതാണ്. അത് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വെച്ചൂർ പശുവിന്റെ കിടാവ് 3 മാസം കൊണ്ട് 50 കിലോ ഉണ്ടാവുമെങ്കിൽ ഓൾഷിൻ ഫ്രീഷന്റെ കിടാവ് 3 മാസം കൊണ്ട് 150 കിലോ വരും. അത് ആ ബ്രീഡിന്റെ വ്യത്യാസമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അത്രമാത്രം അത് ഓരോ ദിവസം റിസർച്ച് ചെയ്ത് മിനിമം ദിവസം കൊണ്ട് കുറച്ച് തീറ്റയിലൂടെ മാക്സിമം മീറ്റ് ഉൽപാദനം നടത്തുന്ന ഒരു ബ്രീഡാണ്. പുതിയ ടെക്നോളജി വരാൻ പോവാ. നമുക്ക് കുറച്ച് അമേരിക്കൻ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ദുബായിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മൈക്കെടുത്ത്. അപ്പൊ അങ്ങ് അമേരിക്കയിൽ എവിടെ താമസിക്കുന്നത്? അവരെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കൃഷിയെ കാണുന്നതും കൂടെ അറിയാം നമുക്ക്. എന്റെ പേര് സണ്ണി വെളിയത്ത്. ഞാൻ വിയന്നയിൽ കഴിഞ്ഞ് 47 വർഷമായിട്ട് ജീവിക്കുന്നു. എന്റെ ടെറസില് തൈകള് മുളക്, വെണ്ട, വഴുതനങ്ങ, ടൊമാറ്റോ ഇതൊക്കെ വളർത്തി എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എനിക്കിവിടെ സ്വന്തം നാടായ കൊരട്ടിയില് ഒരു 5.5 ഏക്കർ കൃഷിസ്ഥലമുണ്ട്. ഈ കൃഷിസ്ഥലം കൂട്ടുകൃഷി എന്നൊരു സംഘം ഇതുവരെ ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. ഇപ്പൊ ആർക്കും വേണ്ട. കാരണം കൃഷി ചെയ്താൽ അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അപ്പൊ ഈ കർഷകന് കൊടുക്കുന്നുണ്ടോ? അത് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം. വെല്ലുവിളിക്കണോ? അന്നമനട പഞ്ചായത്തില് ഈ സ്ഥലം ഇന്ന് നിലവിലുണ്ട്, 5.5 ഏക്കർ സ്ഥലം. ഞാനിപ്പോ ഇതെല്ലാം വിട്ടിട്ട് കൃത്യമായി വാടക നന്നായിട്ട് കൃഷി ചെയ്ത് ലാഭകരമാക്കും. ഈ കർഷകർ ലാഭകരമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുന്നു. ഞാൻ തരാം, സ്ഥലം തരാം. ഈ 5.5 ഏക്കർ സ്ഥലം അങ്ങനെ ഒരു കച്ചവടം. ഈ 5.5 ഏക്കർ സ്ഥലം ഓക്കെ. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെയും പറമ്പുണ്ട്. ഞങ്ങൾ കൃഷിയിൽ നിന്ന് ഒഴിവായി പോയത് ഈ കൂലി കൊടുത്ത് ഒരു കൃഷിയും വിജയിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ സാധിക്കും. അതിനകത്ത് പ്രായമായി കണ്ട ബുദ്ധിമുട്ട് എന്താണ്? ഈ കൊരട്ടിയിലെ കൃഷിയില് അവിടെ അങ്ങേക്ക് വിയന്നയിലെ കൃഷിക്ക് വിയന്നയിലെ എന്റെ സ്വന്തം ടെറസില് അങ്ങനെ കൃഷി ചെയ്യുന്നു. ഞാൻ തന്നെ കൃഷി ചെയ്യണു. തൃപ്തിയാണ്. ഒരു മുളകിൽ നിന്നും മിനിമം 100 പച്ചമുളക്, നെയ്മുളക് എന്നൊക്കെ പറയില്ലേ, അത് 100 എണ്ണം ഒരു ചെടിയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതിന് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് അമേരിക്കൻ വസ്തുവായ കൊക്കക്കോളയാണ്. അതാണ് കൊടുക്കുന്നത്. അതാണ് സ്പ്രേ ചെയ്യണത്. അപ്പൊ അത് സ്പ്രേ ചെയ്താൽ വരുന്ന ഈച്ചകളെല്ലാം അത് പൂമ്പൊടിയായിട്ട് എല്ലായിടത്തും പരത്തിക്കോളും. കീടനാശിനിയായിട്ട് അല്ല, വളമായിട്ട് ഉപയോഗിക്കാം. ആ വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ധാരാളം മുളകുണ്ടാവുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.